ന്യൂസിലാൻഡ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ രാജ്യങ്ങളിലൊന്ന്. മാവറികളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യം. മലനിരകളും കടൽ തീരങ്ങളും കാടുകളും കൊണ്ട് ലോകമെമ്പാടുമുള്ളവരെ ആകർഷിക്കുന്ന രാജ്യം. ഈ ന്യൂസിലൻഡിലെ ഹുവയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. എൻ്റെ പേര് റോബിൻ. ഞാൻ ലാൻഡ്സ്കേപ്പ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ വെൽക്കം ടു ഗോ ട്രാവൽ ആൻഡ് ക്യാപ്ചർ. അപ്പോൾ ഞാൻ ഹുവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിന് മുമ്പ് മോളെ സ്കൂളിലാക്കിയിട്ട് വേണം പോകാൻ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്റർ യാത്രയുണ്ട് ഹുവയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഗ്യാസ് സ്റ്റേഷനിൽ കയറി എയർ ഒന്ന് ചെക്ക് ചെയ്യണം. കാരണം ലെഫ്റ്റ് സൈഡിലെ ടയറിലോട്ടും എയർ ഇല്ല. നമ്മൾ പോകുന്നത് ഇത്തിരി ഉള്ളിലേക്കാണ്. അപ്പോൾ എങ്ങാനും പഞ്ചറായി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ടയറിൽ അവിടെ 21 എയർ പ്രഷർ ഉണ്ടായിരുന്നുള്ളൂ. 36 വേണ്ട കൊടുത്ത് ഈ ടയർ പഞ്ചറാന്ന് തോന്നേ. നമ്മൾ ടിട്രാങ്കി വഴിയാണ് ഇന്നും പോകുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ടിട്രാങ്കിനെ പറ്റി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നല്ല മനോഹരമാണ് ഇതിലൂടെയുള്ള യാത്ര. നല്ല സൂപ്പർ ലാൻഡ്സ്കേപ്പുകളുണ്ട് ഈ പോകുന്ന വഴിക്ക്. ഞാനിപ്പോൾ ലിറ്റിൽ ഹുവയ്ക്ക് മുമ്പിലുള്ള ഒരു സ്ഥലത്താണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് മുന്നോട്ട് നടന്നതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണിത്. ആദ്യം ഇവിടെ ഒന്ന് കറങ്ങിയ ശേഷം ലിറ്റിൽ ഹുവയിലേക്ക് പോകാമെന്ന് കരുതി. ഇവിടെ വന്നപ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ട്. ഇവിടെ ഒരു ഹട്ട് ഉണ്ട്. അപ്പോൾ അത് നല്ലൊരു ഫോട്ടോന് പറ്റിയ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു കോമ്പസിഷനാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ പോവാം. ബാഗ് വെച്ച് കൊടുത്ത് മൊത്തം വെള്ളമായിരുന്നു. അതുകൊണ്ട് ബാഗിൽ മൊത്തം വെള്ളമായി. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. വന്ന് കയറിയപ്പോൾ തന്നെ ഒരു നല്ലൊരു ഫോട്ടോ കിട്ടി. അതുകൊണ്ട് ഹാപ്പിയാണ് അതിൽ. ഇനി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് വ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവിടെ പോയി നോക്കാം. ഇവിടെ നിന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു ട്രീ ഉണ്ട്. ആ ഒരു സിംഗിളായിട്ടുള്ള ട്രീ അല്ലേ, അതിനും ഐസൊലേറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു നല്ല ഫോട്ടോ എന്നുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഞാനപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഞാനത് ട്രൈപോഡിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. കാരണം ട്രൈപോഡിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു വ്യൂ കിട്ടുന്നില്ല, നല്ലൊരു കോമ്പസിഷൻ കിട്ടുന്നില്ല. അപ്പോൾ താഴത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ താഴത്തെ പുല്ലും കിട്ടും, അതിൻ്റെ ഒപ്പം ആ ട്രീയുടെ ഫുൾ ഒരു വ്യൂവും കിട്ടും. കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ ആണെന്ന് തോന്നേ. കണ്ടോക്കാം. കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടാനുള്ള കാരണമെന്ന്. എനിക്കറിഞ്ഞൂടാ, ഞാൻ അവിചാരിതമായിട്ടാണ് ഈ ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിയത്. ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കണമെന്ന് ഒരാഗ്രഹത്തോടു കൂടി വന്നു ചേർന്നതല്ല ഇതിൽ. ഞാൻ ആദ്യമായിട്ടൊരു ക്യാമറ വാങ്ങിച്ചത് എനിക്ക് യൂട്യൂബിലൊരു വീഡിയോ എടുക്കാനുള്ള ഒരാഗ്രഹത്തോടുകൂടിയാണ് ഞാൻ ആദ്യമായിട്ടൊരു ക്യാമറ വാങ്ങിച്ചത്. ക്യാമറ വാങ്ങിച്ച് എനിക്കന്ന് ക്യാമറയെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ക്യാമറ മാത്രമല്ല, ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യം പോലും അറിയില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളെടുക്കുന്ന ഫോട്ടോകളൊക്കെ നല്ല സൂപ്പറായിട്ട് വരുമെന്നാണ് അന്ന് വിചാരിച്ചിരുന്നത്. അങ്ങനെ തുടങ്ങിയതാണ്. ഇന്ന് ഇപ്പോൾ 8 വർഷമായി ഞാൻ ഈ ക്യാമറ ആയിട്ടുള്ള ക്യാമറയോടുള്ള ഇൻട്രസ്റ്റ് തുടങ്ങിയിട്ട്. നമ്മൾ നടന്ന് ഇവിടെ നയാഗ്ര ഫാൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. നയാഗ്ര ഫാൾസ് അല്ല, കാനഡയിലുള്ള ഇത് കണ്ടോ, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നയാഗ്ര ഫോൾസ്.
ഇവിടെ പണ്ടൊരു ഗിബൺസ് ടിമ്പർ മിൽ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഇപ്പോഴത്തെ പോലെയൊന്നും കറണ്ടും ഇതുപോലത്തെ പവർ ലൈനൊന്നും ഇല്ലായിരുന്നല്ലോ. അന്നൊക്കെയും വാട്ടർ വീൽസ്, അതായത് നമ്മുടെ നാട്ടിൽ അതിൻ്റെ പേര് ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളം വന്ന് വീഴുന്ന സമയത്ത് കറങ്ങിക്കൊണ്ടിരുന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യില്ലേ, അതുപോലത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നയാഗ്ര ഫോൾസിൻ്റെ അത്രം പവർ ഉണ്ടായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. എനിക്കറിഞ്ഞൂടാ. അതുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ നയാഗ്ര ഫോൾസ് എന്ന് പറഞ്ഞ പേര് വന്നിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ്. സൂര്യൻ നല്ല കത്തി ജ്വലിക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഈ ഗ്രീനറി അങ്ങോട്ട് എന്താ പറയുക ഇല്ലാതായി തുടങ്ങും. ഒരു ഗ്രേയിഷ് കളറാണ്. കാലത്ത് തന്നെ വരുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ആ ഫ്രഷ്നെസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം. ഇപ്പോഴും ഈ പുല്ലിൽ എന്താ പറയുക ചെറിയ ചെറിയ റെയിൻ ഡ്രോപ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഫ്രഷായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത് രാവിലെ വരണം, അല്ലെങ്കിൽ ഒരു 8 തൊട്ട് 9 മണി വരെയുള്ള സമയത്ത് വന്ന് ഫോട്ടോ എടുക്കണം. അപ്പോൾ ആ സമയത്താണ് അതായത് പ്രകൃതി ഏറ്റവും നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. അതുകൂടാതെ സൺസെറ്റും സൺറൈസും അതിനായിട്ട് എടുത്ത് പറയേണ്ട, അതാണ് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ടൈം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോമ്പോസിഷൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന എല്ലാത്തിൻ്റെ ഫോട്ടോ വേണമെങ്കിലും എടുക്കാം. പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോൾ പണ്ടൊക്കെ ഞാൻ ഈ കാണുന്നതിൻ്റെ എല്ലാ ഫോട്ടോ എടുക്കുമായിരുന്നു. അത് വന്ന് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരുപാട് ഫോട്ടോസ്. അപ്പോൾ എന്താ പറയുക, പിന്നെ അത് തരംതിരിക്കാനും അത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആയതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഫോട്ടോകൾ മാത്രമേ ഞാനിപ്പോൾ എടുക്കാറുള്ളൂ. അതായത് നല്ലൊരു കോമ്പോസിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ ക്യാമറ പുറത്തേക്ക് എടുക്കാറുള്ളൂ. ഇപ്പോൾ ഒരു യാത്രയിൽ ചിലപ്പോൾ 3-4 ഫോട്ടോ കിട്ടിയാൽ മതി, അത് മതി. അതിൽ കൂടുതൽ ഞാൻ ഇപ്പോൾ അങ്ങനെ ശ്രമിക്കാറില്ല. നമ്മളിങ്ങനെ നടന്ന് ഇവിടെ ഇത് കണ്ടോ, ഒരു റിവറിൻ്റെ സൈഡിലെത്തി. റിവറാണ് ഇത്, കടലാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇവിടെ. കണ്ടോ, അവിടെ അപ്പുറത്ത് മുഴുവൻ കാടാണ്. ഇപ്പോൾ ലോ ടൈഡിൻ്റെ സമയം, അതുകൊണ്ട് വെള്ളം ഇങ്ങോട്ട് കയറി കിടക്കുന്നില്ല. നല്ല ഹൈ ടൈഡാണെങ്കിൽ ഇവിടെ മൊത്തം വെള്ളമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഒരു നല്ല ഫോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഇതൊരു നല്ലൊരു കോമ്പോസിഷനായിരിക്കും, അതൊരു നല്ലൊരു കോമ്പോസിഷനായിരിക്കും. അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല, കാരണം സൂര്യൻ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈറ്റ് അവിടെ നിന്ന് വരുന്നതുകൊണ്ട് അത് ക്ലിയർ ആവാൻ ചാൻസ് ഇല്ല. ഞാൻ ഇവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമെന്ന് നോട്ടെ. ഞാൻ ട്രൈപോഡ് യൂസ് ചെയ്യുന്നില്ല, കാരണം ട്രൈപോഡ് മെയിനായിട്ട് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ലോങ് എക്സ്പോഷറായിട്ടുള്ളൊരു ഫോട്ടോന് മാത്രമാണ് ട്രൈപോഡ് ആവശ്യമുള്ളത്. പലപ്പോഴും ട്രൈപോഡ് എപ്പോഴും അത്യാവശ്യമാണ്, പക്ഷേ ഇപ്പോഴത്തെ ഈ ഷോട്ടിന് നമുക്ക് ട്രൈപോഡിൻ്റെ ആവശ്യമില്ല. സാധാരണ ഞാൻ വന്ന സമയത്ത് എൻ്റെ ഗംബൂട്ട് എടുത്തുകൊണ്ട് വരാറുണ്ട്, കാരണം ഈ വെള്ളത്തിലൂടെയൊക്കെ നടന്നു പോകാൻ പറ്റും. ഇന്ന് അത് മറന്നു. ഞാൻ പറഞ്ഞല്ലേ, എന്തെങ്കിലും മറക്കും ഫോട്ടോ എടുക്കാൻ. അങ്ങോട്ട് പോയിരുന്നെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോകൾ കിട്ടിയാണ്. പക്ഷേ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല, കാരണം ഇവിടെ അപ്പടി വെള്ളമാണ്. ചിലപ്പോൾ ഇതിൽ കൂടെ അങ്ങോട്ട് നടന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ പറ്റുമായിരിക്കും. ഞാൻ അങ്ങോട്ടൊന്ന് പോയി നോക്കാണ്. ചിലപ്പോൾ കുറച്ച് അകലേന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സ്ഥലം ചിലപ്പോൾ
നല്ല ഒരു കോമ്പോസിഷൻ ആയിരിക്കും. വെറുതെ പോയി നോക്കാം. ഇപ്പം സൂര്യൻ നല്ല ഹാർഷായി തുടങ്ങി. നല്ല എന്താ പറയുക ബ്രൈറ്റായിട്ടുള്ള ലൈറ്റാണ്. ഇപ്പോൾ ഫോട്ടോ എടുത്തിട്ടൊക്കെയും എന്താ പറയുക ഭയങ്കരമായിട്ട് ഓവർ എക്സ്പോസ്ഡായി പോകണം. ND ഫിൽറ്റർ ഉണ്ട്, എന്നാലും എന്താ പറയുക ആ പച്ചപ്പൊക്കെയും മാറി തുടങ്ങി. ഒരു ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ സൺറൈസിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സൺസെറ്റിൻ്റെ സമയത്ത്, ഈ 2 സമയങ്ങളിൽ ഏതെങ്കിലും പോകണം. അല്ലെങ്കിൽ ഒരു 7 to 10 ആ ടൈം പീരീഡിൽ പോകണം. ഞാൻ പരമാവധി ഒരു ആഫ്റ്റർനൂണും 10 തൊട്ടുള്ള സമയത്തും ഞാൻ പോകാറില്ല. പക്ഷേ വേറെ മാർഗ്ഗമില്ല, കാരണം ഡ്യൂട്ടി ഉണ്ട്, ഓഫുള്ളൊരു ദിവസമാണ്. അപ്പോൾ കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് വേണം വരാൻ. അപ്പോൾ അതുകൊണ്ട് സൺറൈസിൻ്റെ സമയത്ത് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് കൊച്ചിനെ സ്കൂളിൽ നിന്ന് എടുക്കാൻ പോകണം. അപ്പോൾ സൺസെറ്റിൻ്റെ സമയത്തും വരാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് കിട്ടുന്ന സമയം. അപ്പോൾ ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ പറയുക നല്ല കുറച്ച് ഫോട്ടോ എടുക്കാൻ നോക്കുക. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പോളിസി. ഞാൻ ഇത്ര നേരം ഒരു ടെലിഫോട്ടോ ലെൻസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, 70-200. അപ്പോൾ ഇനി അത് മാറ്റി ഒരു 20 mm ഒരു വൈഡ് വെച്ച് ഒരു ഫോട്ടോ കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇതിൽ കൂടെ അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും. ഇവിടെ അധികം വെള്ളമില്ല. അപ്പോൾ അവിടേക്ക് കിടന്ന് എന്തെങ്കിലും ഫോട്ടോ കിട്ടുമോ എന്ന് നോക്കട്ടെ. ക്യാമറയൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടാണ് വന്നതാണ്. ആരെങ്കിലും എടുത്തുകൊണ്ടോ എന്നൊരു സംശയം. അവിടെ അധികം ദൂരത്തേക്ക് പോകാനും പറ്റില്ല. ഇത് മൊത്തം തെന്നി കിടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഇപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് വന്നു. നല്ല ഭംഗിയാണ് കാണാൻ. ഈ സ്ഥലം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹൂയ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ ലിറ്റിൽ ഹൂയ അല്ല, ഹൂയയിലേക്ക് വന്ന സമയത്ത് കരമച്ചിറ ഫോൾസ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് കാണാം. അതിൻ്റെ കരമച്ചിറ ഫോൾസിലേക്ക് പോണ വഴിയല്ല, അവിടെ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ പോന്നു കഴിഞ്ഞാൽ ഈ സ്ഥലത്തെത്താം. ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഫോട്ടോ എന്നുള്ള വകുപ്പുണ്ടോ എന്ന് നോക്കട്ടെ. എൻ്റെ ഒരു 24-70 ഉണ്ടായിരുന്നു. അതിപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ അതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് പല ഫോക്കൽ റേഞ്ചും ടെസ്റ്റ് ചെയ്യാമായിരുന്നു. കാരണം 24 ഉണ്ട്, 35 ഉണ്ട്, 50 ഉണ്ട്, 60 ഉണ്ട്, 70 ഉണ്ട്. പിന്നെ 70 തൊട്ടുള്ളത്, എൻ്റെ 70 തൊട്ടുള്ളതിന് മറ്റേ ടെലിഫോട്ടോ ഉണ്ട്. കാരണം ഈ കാണുന്ന ഫോട്ടോ ഒന്നെങ്കിൽ 20 എടുക്കണം അല്ലെങ്കിൽ 70 എടുക്കണം. ഇതിന് രണ്ടിൻ്റെയും മിഡിലോ അതായത് മധ്യമുള്ള ഒരു കാര്യവും എടുക്കാൻ പറ്റുന്നില്ല. അത് ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് ഒരു നല്ലൊരു ഫോട്ടോ ഉണ്ട്. ഞാൻ ആരെയും പഠിപ്പിക്കാനും ഉപദേശിക്കാനൊന്നും പറഞ്ഞതല്ല. ഞാൻ ഇത്ര നാൾ ഇങ്ങനെ ക്യാമറ കൊണ്ട് കിടന്നുകൊണ്ട് ഞാൻ പഠിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ തെറ്റായിരിക്കാം. എന്നെക്കാളും നല്ല ഇഷ്ടംമാതിരി ഫോട്ടോഗ്രാഫർമാരുണ്ട് ഇവിടെ. അപ്പോൾ ഹായ്, ഷൂസിൽ മുഴുവൻ വെള്ളമായി. ഹായ്, അത്ര നേരം ഞാൻ ഷൂസ് നനയ്ക്കാണ്ട് കൊണ്ട് നടന്നതാണ്. ഏറ്റവും അവസാനം അത് കഴിയാതെ ഏറ്റവും അവസാനം നിർത്തി പോറായി പോയിക്കും ഷൂസ് നനഞ്ഞു. അത് കുഴപ്പമില്ല. ലിറ്റിൽ ഹൂയ എന്നുള്ള യാത്ര ഇവിടെ നിർത്താണ്.
കാരണം സമയം 10 മണി 11 മണിയായി, 10:30 സംതിങ് ആയി. ഇനി വീട്ടിൽ ചെന്ന് വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം വീടും എനിക്കിത് ഫുൾ ടൈം കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കതിന് പറ്റില്ല. കാരണം ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത തന്നെ മനസ്സിൽ വരാൻ പാടില്ലാത്തതാണ്. അതിപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത്, എനിക്ക് കിട്ടുന്ന സമയത്ത് ഞാൻ പുറത്ത് വരുന്നു, ഫോട്ടോ എടുക്കുന്നു. എനിക്ക് പലപ്പോഴും അറിയാം. കാരണം ഈവനിങ് സമയത്ത് വന്നു കഴിഞ്ഞാലും അതിരാവിലെ വന്നാലും നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം ലൈറ്റ് റൂമിൽ കഷ്ടപ്പെടേണ്ട. കാരണം നല്ല ഫോട്ടോകൾ കിട്ടും. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കത് പറ്റില്ല. അപ്പോടെ അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും അത് രണ്ടൊരു ദിവസമാണ് മോർണിംഗിലും ആഫ്റ്റർനൂണും വരാൻ പറ്റുന്നത്. കാരണം വൈഫിന് ആ ദിവസങ്ങൾ ഓഫാണ്. പക്ഷേ എനിക്ക് മിക്കപ്പോഴും ആ ദിവസങ്ങൾ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അതും പറ്റില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്ത് പുറത്തേക്ക് വന്ന് കുറച്ച് ഫോട്ടോ എടുക്കുക, അതാണ് ഇപ്പോൾ പറ്റുന്ന കാര്യം. ഞാനിപ്പോൾ വണ്ടിയിലേക്ക് തിരിച്ച് പോവാണ്. ഇന്ന് കുഴപ്പമില്ലാത്ത ഒരു ദിവസമായിരുന്നു. അത്യാവശ്യം കുറച്ച് ഫോട്ടോകൾ കിട്ടിയെന്നുമാണ്. ഇനി നമ്മൾ വീട്ടിൽ ചെന്നത് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അറിയാം. പക്ഷെ നേരെ മറിച്ച് നമ്മൾ കാലത്ത് തന്നെ വന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ, ആ ഫോട്ടോകൾ ഞാൻ പോണേക്കാൾ മുമ്പ് ഈ ഇടവഴി കൂടെയൊക്കെ ഒന്ന് കറങ്ങി സഞ്ചരിക്കണമെന്നുണ്ട്. അപ്പോൾ ഇതിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്കറിയില്ല എവിടെയാണ് ഒരു ഫോട്ടോ എന്നുള്ള ഒരു ഓപ്ഷൻ ഇരിക്കുന്നതെന്ന്. കണ്ടോ, നല്ല ഭംഗിയുള്ളൊരു സ്ട്രീമാണ്. ഇവിടെ വന്നപ്പോൾ കുഴപ്പമില്ലാത്തൊരു കോമ്പസിഷൻ കണ്ടു. ഞാൻ നോക്കട്ടെ, എനിക്കറിഞ്ഞൂടാ എത്ര ഭംഗിയുണ്ടാവുമെന്ന്. ഞാൻ എന്തായാലും ക്യാമറ എടുത്ത് കൈ പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം ഇവിടെ ആ മരവും നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ അതിനിടയിൽ കൂടെ സൺലൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചത്ര ലുക്കില്ല, എന്നാലും വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. പക്ഷേ ഇവിടെ നിന്ന് കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉണ്ട്. ഇതാണ് പറയുന്നത്, നമ്മൾ ഇത് കണ്ടില്ലേ, അതിൻ്റെ നല്ലൊരു ഫോട്ടോ ആണ്. അപ്പോൾ കുറച്ച് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ആ ബെഞ്ചിനെ സബ്ജക്റ്റാക്കി ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അത് നല്ലൊരു ഫോട്ടോ ആയിരുന്നു. പല ആംഗിളിലുള്ള ഫോട്ടോ എടുക്കാൻ കാരണം നമ്മൾ കമ്പ്യൂട്ടർ ടൈമാണ് ചിലപ്പോൾ അതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സൂര്യൻ്റെ ഫ്ലെയർ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പോസിഷനിലേക്ക് പോകുന്ന സമയത്ത് സൂര്യൻ്റെ ഇത് ലെൻസിലടിക്കുകയാണ്. കുഴപ്പമില്ലാത്ത ഫോട്ടോ ആണ്. പയ്യെ വീട്ടിലേക്ക് പോയാലോന്ന് ആലോചിക്കുകയാണ്. ഇത് കണ്ടില്ല നിങ്ങൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം കാണാൻ പറ്റും. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മൊത്തം നല്ല ഫ്രഷ്നെസ് ആയിരുന്നു. ഇപ്പോൾ ട്രീകളുടെ കളർ നോക്കി കഴിഞ്ഞാൽ ഒരു ഗ്രേയിഷായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാലത്ത് തന്നെ വരണമെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ